ഹേ ഗൈസ്, SR വോയിസ് മൂവി എക്സ്പ്ലെയിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റാർട്ടിംഗ് ടൈമിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഇൻട്രോ ആണിത്. ഓക്കെ, അതെന്തായാലും പോട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2021 ഒരു ഫാന്റസി ഹൊറർ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ദി കേഴ്സഡ് എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കഥയാണ്. കൂടുതലായിട്ട് ഒന്നും പറഞ്ഞിട്ട് ഞാൻ ആ ഒരു ഇൻട്രസ്റ്റ് കളയുന്നില്ല. അപ്പൊ ഇനി അധികമായിട്ട് സംസാരിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ ഒരു മൂവിയുടെ തുടക്കത്തില് ഈ ഒരു യുദ്ധം നടക്കുന്ന സ്ഥലം അവിടെയാണെങ്കിലോ യുദ്ധത്തിൽ പരിക്ക് പറ്റിയ പട്ടാളക്കാരെ എല്ലാവരെയും അവിടെയുള്ള നേഴ്സുമാരെല്ലാം നല്ലതുപോലെ ചികിത്സിക്കുകയാണ്. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് ഒരു സോൾജറിന്റെ ദേഹത്ത് നിന്നും ഇവർ ഒരുപാട് ബുള്ളറ്റ് ഇങ്ങനെ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 ബുള്ളറ്റ് ആദ്യം പുറത്തെടുത്ത് അത് കഴിഞ്ഞ് 4ാമതൊരു ബുള്ളറ്റ് എടുക്കുന്നു. പക്ഷെ അത് ഒരു സിൽവർ ബുള്ളറ്റ് ആണ്. അപ്പൊ ഇവര് ഫ്രഞ്ചുകാരും യുദ്ധം ചെയ്യുന്നത് ജർമ്മൻ സൈന്യത്തോടാണ്. അപ്പൊ ഇവര് തന്നെ പറയുന്നുണ്ട്, ഇതെങ്ങനെ ഒരു സിൽവർ ബുള്ളറ്റ്, അതും ജർമ്മൻകാരെങ്ങനെ ഈ ഒരു സിൽവർ ബുള്ളറ്റ് ഉണ്ടാകും എന്നുള്ള രീതിയിൽ എല്ലാവരും അത്ഭുതപ്പെട്ടിങ്ങനെ നിൽക്കാണ്. അപ്പൊ തന്നെ ആ ഒരു സീൻ കട്ട് ചെയ്തത് 19th സെഞ്ചുറി. ഇപ്പൊ യുദ്ധം നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നിന്നും 35 വർഷം പുറകിലോട്ട് പോയിട്ട് ഒരു ചെറിയ വില്ലേജ്. ആ ഒരു വില്ലേജിലാണെങ്കിൽ പണക്കാരായിട്ടുള്ള ഈ ഒരു വില്ലേജിന്റെ തന്നെ തലവനുണ്ടാവല്ലോ, അയാളുടെ വീട്. അതിന് മുന്നിലേക്ക് ഒരു കുതിര വണ്ടി വന്നിറങ്ങുന്നു. അതിൽ നിന്നാണ് ആ ഒരു തലവന്റെ ഭാര്യയായിട്ടുള്ള ഇസബെല്ല എന്ന് പറഞ്ഞൊരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങുന്നത്. അതുമല്ല ആ ഒരു തലവനാണെങ്കിലോ 2 കുട്ടികളുണ്ട്, ഒരു പെണ്ണും അതേപോലെ തന്നെ ആണും. അതുമല്ല അയാളുടെ വീട്ടിൽ ജോലി ചെയ്യാനായിട്ട് തന്നെ ഒരുപാട് പേരുണ്ട്. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് ഇയാളുടെ വീടിന്റെ അടുത്തായിട്ട് ജിപ്സീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആദിവാസി കൂട്ടമുണ്ട്. അവര് വന്ന് താമസിക്കാൻ തുടങ്ങും. സത്യത്തിൽ ഈ ജിപ്സീസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇനം ആളുകളെല്ലാവരും ഈ ഒരു ഗ്രാമത്തിൽ ചേർന്നവർ തന്നെയാണ്. അവരെന്തോ ഒരു കാരണം കൊണ്ട് പുറത്തു പോയിട്ട് ഇപ്പൊ വീണ്ടും ഇവിടേക്ക് വന്ന് താമസിക്കാൻ തുടങ്ങാണ്. അപ്പൊ ഈ ഒരു കൂട്ടത്തിലെ ഒരു തലവൻ ഉണ്ടാവുമല്ലോ, അതാണ് ഈ ഒരു സ്ത്രീ. ഇവരാണെങ്കിലോ ഇപ്പൊ കുറെ വെള്ളിക്കാശ് ഒരാളുടെ കയ്യിൽ കൊടുത്തിട്ട് ഇത് ഉരുക്കാൻ പറയും. അതുപോലെ എനിക്ക് എന്തോ ചടങ്ങ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവരായാലും ആ ഒരു വെള്ളിക്കാശെല്ലാം ഉരുക്കി എടുക്കുമ്പോഴത്തേക്കാണ് അത് ഒരു പല്ല് പോലെയാണ് അവർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ട് അവർ എന്തോ ഒരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ട്. അതേസമയം ഇവിടെ ആ ഒരു തലവന്റെ വീട്ടിൽ കാണിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരുപാട് ആളുകളെ വിളിച്ചിരുത്തി ഇവരെന്തോ ഒരു മീറ്റിംഗ് കൂടാണ്. അതിലിവര് സംസാരിക്കുന്ന കാര്യം ആ ഒരു തലവന്റെ 2 മക്കളും ഒളിഞ്ഞിങ്ങനെ കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഇത്രയും നാളും ഇവിടേക്ക് വരാത്ത ആ ഒരു ജനങ്ങള് ഇപ്പൊ പെട്ടെന്ന് ഇവിടേക്ക് വന്ന് താമസിക്കാനായിട്ടുള്ള കാരണം എന്തായിരിക്കും? അതുകൊണ്ട് ആ ഒരു ട്രൈബ്സിനെ ഇവിടെ നിന്നും അടിച്ചോടിക്കണം എന്നെല്ലാം പറയുമ്പോഴത്തേക്കും അവിടെ ചർച്ചിലുള്ള ഫാദർ പറയും, ഏയ് അങ്ങനെ ചെയ്യാൻ കഴിയത്തില്ല, കാരണം അവർക്കും ഈ ഒരു ഭൂമിയിൽ അവകാശമുണ്ട്. അങ്ങനെയാണ് ചർച്ചിന്റെ രേഖകളിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ ഇവരാരും കേൾക്കുന്നത് പോലെയില്ല. അവരെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒഴിവാക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാമം മുഴുവനായിട്ടും അവരെടുക്കും. ആ ഒരു ചർച്ചിലുള്ള രേഖകളെല്ലാം എന്തായാലും നമുക്ക് നശിപ്പിക്കാം എന്നുള്ള രീതിയിലാണ് ഇവരെല്ലാവരും തീരുമാനം എടുക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം തന്നെ ഇവിടെ സഹായികളെല്ലാവരെയും ആ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവരോട് ആദ്യം സംസാരിച്ചു നോക്കും, ഇതുപോലെ ഈ ഒരു സ്ഥലത്ത് നിന്ന് പോകാനായിട്ട്. പക്ഷെ അവർ കേൾക്കത്തില്ല. അപ്പൊ ഇവന്മാരെല്ലാവരും കൂടി ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള എല്ലാവരെയും ഷൂട്ട് ചെയ്ത് കൊല്ലാൻ തുടങ്ങും. അതുപോലെ സ്ത്രീകളെ റേപ്പ് ചെയ്യുന്നത്, കുട്ടികളെ കൊല്ലുന്നത്, അത് ക്രൂരമായിട്ട് ഇങ്ങനെ ഒരാളെ പോലും വെറുതെ വിടാതെ എല്ലാവരെയും കൊല്ലാൻ തുടങ്ങാണ്. അത് കഴിഞ്ഞ് ഈ ഒരു കൊന്നവരുടെ മുന്നിൽ വെച്ച് ഇവർ ഫോട്ടോസ് എല്ലാം എടുക്കുന്നു. ഇവരെല്ലാവരും ഈ ഒരു ഗ്രാമത്തിൽ നിന്നും ഓടിച്ചു വിട്ടെന്നും പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ളത് ആ ഒരു തലവനും തലവിയും മാത്രമാണ്. ഇപ്പൊ അവരെയും കൊല്ലാൻ പോവാണ്. ആ സമയത്താണ് ഇവർ പല്ല് സെറ്റ് പോലെ ഉണ്ടാക്കിയിരുന്നല്ലോ, അത് ഈ ഒരു കൂട്ടത്തിലുള്ള ഒരുത്തന്നെ എടുത്തിട്ട് ഇത് ഞാൻ വെച്ചേക്കാന്ന് പറയുമ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ള മറ്റൊരുത്തൻ പറയും, ഹേയ് അത് നീ എന്തായാലും വെച്ചേക്കണ്ട, ഇവരുടെ സാധനങ്ങളൊന്നും നമുക്ക് വേണ്ട, അവരോടൊപ്പം തന്നെ അത് കുഴിച്ചു മൂടാന്നും പറഞ്ഞ് ആ ഒരു തലവന്റെ കയ്യും കാലെല്ലാം കട്ട് ചെയ്തിട്ട് ഈ ഒരു സ്കെയർ ക്രൗ ഉണ്ടല്ലോ, അതേപോലെ ആ ഒരു പാവയുടെ ഉള്ളിൽ ജീവനോട് തന്നെ വെച്ച് കെട്ടി അയാൾ ആ ഒരു രീതിയിലാണ് കൊല്ലുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ഒരു തലവി ഉണ്ടല്ലോ, അവരെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല് ഒരു കുഴിയെടുത്ത് ജീവനോടെ തന്നെ അവരെ കുഴിച്ചു മൂടുകയാണ്. ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് നമുക്ക് അറിയത്തില്ല, ദുഷ്ടന്മാര്. അതുമല്ല അവരുടെ എല്ലാ ഒരു പല്ല് സെറ്റ് അതും അവരുടെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട്. അവര് മരിക്കുന്നതിന് മുന്നേ ഒരുപാട് മന്ത്രങ്ങളെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഇവരാണെങ്കിൽ അതൊന്നും കേൾക്കാതെ എന്തായാലും നീ ഇത് മരിക്കാൻ പോവാണെന്നും പറഞ്ഞ് അവരെ ജീവനോടെ കുഴിച്ചു മൂടി കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു സഹോദരിയും ഇവര് രണ്ടുപേരും അവരുടെ വീട്ടിൽ വെച്ചിട്ട് പാട്ടുകളെല്ലാം പാടുകയാണ്. പക്ഷെ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അതിൽ ആ ഒരു സഹോദരി ഇവരെല്ലാവരെയും കൊന്നല്ലോ ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ നടന്നു വരുന്നു. അവിടെയാണ് ആ ഒരു സ്കെയർ ക്രൗ ആയിട്ടുള്ള ആ ഒരു മനുഷ്യനെ കെട്ടിയിട്ടേക്കുന്നത്. അങ്ങനെ അവിടേക്ക് വന്ന് നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു കെട്ടിയിട്ടേക്കുന്ന മനുഷ്യന്റെ തല പെട്ടെന്ന് തിരിയുമ്പോൾ കാണുന്ന നമ്മൾ പേടിച്ചു പോകും. പക്ഷെ ആ ഒരു പെണ്ണ് അതൊന്നും വലിയ ശ്രദ്ധിക്കാതെ അതിന് മുന്നിലേക്ക് വന്ന് ആ ഒരു വശത്തെ മണ്ണെല്ലാം ഇങ്ങനെ മാറ്റി നോക്കാണ്. എന്താണെന്ന് നോക്കുന്നത് അറിയുന്നതിന് മുന്നേ തന്നെ അവള് പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് അവളത് സ്വപ്നം കണ്ടതാണെന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഒരു ഡോക്ടർ ആയിട്ടുള്ള നമ്മുടെ ഹീറോ ഈ ഒരു വില്ലേജിലേക്ക് വരുന്നത്. ഇവനാണെങ്കിൽ പുതിയ അസുഖങ്ങളെല്ലാം കണ്ടുപിടിക്കുന്ന തരത്തിലുള്ള ഡോക്ടറാണ്. അതുപോലെ ഈ ഒരു ജിപ്സിനെ മക്കളുണ്ടല്ലോ, അവരെ പറ്റിയും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ ഈ ഒരു നാട്ടിലുള്ളവരെ അവരെ എല്ലാവരെയും ഇല്ലാതാക്കി എന്നുള്ള കാര്യം അവൻ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഹീറോ ഒരു ഹോട്ടലിലേക്ക് ചെന്നിട്ട് ആ ഒരു ജിപ്സീനം ആ ഒരു ട്രൈബൽസ് ചേർന്നിട്ട് ആളുകളുണ്ടല്ലോ അവരെ പറ്റി ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അയാൾ അധികം ഒന്നും പറയത്തില്ല. കാരണം അവരെല്ലാവരും ഇല്ലാതാക്കിയത് കൊണ്ടൊന്നും പറയാനില്ല. ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് തന്നെയാണ് ആ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോഴേക്കാണ് ഈ ഒരു നാട്ടിലുള്ള ഒരു പോലീസുകാരൻ നമ്മുടെ ഹീറോയുടെ വന്ന കാര്യം അറിഞ്ഞിട്ട് നേരെ ഹീറോയെ കാണാനായിട്ട് വരികയാണ്. അവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയെ അയാൾക്ക് നേരത്തെ തന്നെ അറിയാം. അങ്ങനെ ആ ഒരു പോലീസുകാരനായാലും ഹീറോയോട് അല്ല ഇവിടേക്ക് വരാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ ആ ഒരു ജിപ്സി ട്രൈബൽസ് ഉണ്ടല്ലോ അവരെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടും അവർക്ക് എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യണം,
എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അയാൾക്ക് ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല. അതേസമയം ആ ഒരു വീട്ടിലെ സഹോദരന്റെ സഹോദരിയും അതിൽ ആ ഒരു സഹോദരനുണ്ടല്ലോ, ആ ഒരു പയ്യനിപ്പോ നടന്ന് അവരെ കുഴിച്ചിട്ടിരിക്കുന്ന അവന്റെ സഹോദരി വന്ന അതേ സ്ഥലത്തേക്ക് വന്നിട്ട് അവന് താഴെ നിന്ന് എന്തോ ഒരു കാര്യം കുഴിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കാണ് കുറച്ച് ദൂരെ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. എന്താണെന്ന് വന്ന് നോക്കുമ്പോഴത്തേക്കും ആ ജീവനോടെ കുഴിച്ചു മൂടിയ ഒരു സ്ത്രീ അങ്ങനെ മണ്ണിൽ നിന്ന് മുകളിലേക്ക് വന്നിട്ട് പറന്ന് ഈ ഒരു പയ്യന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവൻ പേടിച്ച് കരയാൻ തുടങ്ങും. പെട്ടെന്നാണ് ഇവൻ കണ്ണുറക്കുമ്പോൾ ഇവൻ വീടിന് വെളിയിൽ നിന്നിട്ടാണ് കരയുന്നത്. ഈ ഒരു കാര്യവും അവൻ കണ്ട സ്വപ്നമായിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്നും ഈ ഒരു ശബ്ദം കേട്ട് എല്ലാവരും വെളിയിലേക്ക് വന്ന് എന്നിട്ട് അവനെ സമാധാനപ്പെടുത്തി നേരെ അകത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കാണ് അടുത്ത ദിവസം ടിമ്മി എന്ന് പറഞ്ഞൊരു പയ്യൻ ഈ ഒരു ഗ്രാമത്തിലുള്ള ചെറിയ പിള്ളേരെല്ലാവരെയും കൂട്ടിയിട്ട് അവരെ കുഴിച്ചിട്ടിരിക്കുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ, ആ ഒരു കാട്ടിലേക്ക് ഇങ്ങനെ വരികയാണ്. അതുപോലെ ബാക്കിയുള്ള കുട്ടികളോട് പറയുന്നുണ്ട്, ദേ നമ്മളിവിടെ വന്ന കാര്യം ഒരു കാരണവശാലും വേറെ ആരും അറിയരുത്. അവരാരും അറിയാതെയാണ് നമ്മൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ എന്ത് നടന്നാലും നമ്മളെല്ലാവരും സമാധാനമായിരിക്കണം എന്നും പറഞ്ഞിട്ട് ആ ഒരു ചോളപ്പാടത്തെ പാവേണ്ടല്ലോ അതിനടുത്തേക്ക് നടന്നു പോകുമ്പോൾ ആ ഒരു സഹോദരൻ അവൻ ഏതായാലും നമുക്ക് സാം എന്ന് വിളിക്കാം. സാം ഇപ്പോ ഇവനോട് പറയും, അതെ നമ്മുടെ ഗ്രാമത്തിലുള്ള എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സ്ഥലത്തേക്ക് ഒരു കാരണവശാലും വരരുതെന്ന്, അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാന്ന് പറയുമ്പോൾ ടിമ്മി പറയും, അതിവിടെ വലിയൊരു അപകടം നടന്നില്ലേ, അതുകൊണ്ടാണ് ഇവിടേക്ക് വരരുതെന്ന് പറഞ്ഞത്. അതുപോലെ ആരൊക്കെയാണ് ഇവിടേക്ക് വരുന്ന ഒരു സ്വപ്നം കണ്ടത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ വന്നിരിക്കുന്ന എല്ലാ കുട്ടികളും കൈവക്കുകയാണ്. കാരണം ഈ ഒരു ഗ്രാമത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ഇവിടേക്ക് വരുന്നത് പോലെ ആ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു കാരണം കൊണ്ടാണ് ടിമ്മി ഇവരെയും കൂട്ടി ഇവിടേക്ക് വന്നിട്ടുള്ളത്. കാരണം എല്ലാവരും ഇവിടെ വന്നിട്ട് ഈ ഒരു കാര്യം കുഴിച്ചെടുക്കുന്നത് പോലെയാണ് കണ്ടത്. അപ്പൊ അതിനകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി ടിമ്മി ആയാലും പെട്ടെന്ന് താഴേക്ക് വന്നിരുന്ന് അവിടെ ഇങ്ങനെ കുഴിക്കാൻ തുടങ്ങാണ്. അപ്പൊ ബാക്കി കുട്ടികളെല്ലാം വന്നിട്ട് അവനെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ എല്ലാവരെയും തട്ടിക്കളഞ്ഞ് അവസാനം കുഴിയെടുത്ത് നോക്കുമ്പോഴത്തേക്കും അതിനുള്ളിലുള്ളത് ആ ഒരു സിൽവർ ആയിട്ടുള്ള പല്ലുണ്ടല്ലോ, അതാണ്. ഈ ഒരു പല്ല് അവൻ കയ്യിലേക്ക് എടുക്കുമ്പോൾ തന്നെ അവന്റെ കൺട്രോൾ വിട്ട് ആ ഒരു പല്ല് അവന്റെ വായിലേക്ക് വെക്കാൻ തുടങ്ങുന്നു. പക്ഷെ അവനെ കൊണ്ട് തന്നെ അത് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ അവൻ ആ ഒരു പല്ലെടുത്ത് വായിൽ വെക്കുന്നതും പെട്ടെന്ന് തന്നെ സാം എന്ന് പറഞ്ഞ ഒരു ചെറിയ പയ്യനുണ്ടല്ലോ അവന്റെ കഴുത്തിലേക്ക് വന്ന ഒരു ഒറ്റ കടി ഇത് കണ്ട് ബാക്കിയുള്ള എല്ലാ കുട്ടികളും പേടിച്ചോടാൻ തുടങ്ങാണ്. അതേസമയം സാറയാണെങ്കിലോ ഓടി വീടിനടുത്തേക്ക് വന്നിട്ട് സാം ഇതുപോലെ കാടിനകത്ത് നിന്ന് കരയുന്നു എന്നിങ്ങനെ പറയാണ്. കാരണം ഇവളവിടെ പോയെന്നുള്ള കാര്യം ഒരിക്കലും പറയത്തില്ല. അപ്പൊ ഇത് കേട്ട ആ ഒരു വീട്ടിലുള്ള ജോലിക്കാരെല്ലാവരും കൂടി ആ ഒരു കാടിനകത്തേക്ക് ഓടി കയറിയിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ സാമിനെ അകത്തേക്ക് കൊണ്ടുവരും. അതുപോലെ അവന്റെ കഴുത്തിൽ എന്തോ കടിച്ചെന്നുള്ള കാര്യം അവർ കണ്ടു. അതുകൊണ്ട് തന്നെ ഉടനെ ഡോക്ടറിനെ വിളിച്ചിട്ട് ഡോക്ടർ വന്ന് അവിടെ പരിശോധിക്കുമ്പോഴത്തേക്കാണ് ഡോക്ടർ പറയുന്നത് ഏതോ ഒരു മൃഗം അവനെ കടിച്ചിട്ടുണ്ട്, പക്ഷെ അത് എന്ത് മൃഗമാണെന്ന് അറിയത്തില്ല എന്നും പറഞ്ഞ് ആ ഒരു ഡോക്ടർ അവിടെ നിന്ന് പോവാണ്. അതേസമയം സാറയ്ക്കാണെങ്കിലും ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷെ അവൾ അത് തുറന്നു പറയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് രാത്രിയിലെ നമ്മുടെ സാറ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കും അവൾക്ക് വീണ്ടും അതേപോലെ തന്നെ ആ ഒരു സ്വപ്നം അവൾ ആ ഒരു കാട്ടിലേക്ക് പോകുന്നതും ഇത്തവണ ആ ഒരു ചോളപ്പാവേണ്ടല്ലോ അത് പെട്ടെന്ന് അവളെ പിടിക്കുമ്പോഴത്തേക്കും അവളങ്ങ് പേടിച്ച് കണ്ണു തുറക്കും. അങ്ങനെ കണ്ണു തുറക്കുമ്പോഴത്തേക്കും വീണ്ടും എന്തുകൊണ്ടാണ് ഈ ഒരു സ്വപ്നം വരുന്നത് എന്നവൾക്ക് അറിയാൻ കഴിയുന്നില്ല. ആ ഒരു സമയത്താണ് ആ ഒരു സഹോദരന്റെ റൂമിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. രാത്രിയിൽ ഇവൻ എന്താ ഉറങ്ങാതിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഒരു മെഴുകുതിരി കത്തിച്ച് നേരെ അവന്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവൻ എവിടേക്കോ നോക്കിയിരുന്ന് എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട്. സാം നീ എന്താ ചെയ്യുന്നേ? അവന്റെ ദേഹത്തുള്ള ആ ഒരു പുതപ്പെടുത്ത് ഇങ്ങനെ മാറ്റുന്നതും കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ അവന്റെ ദേഹം മുഴുവനായിട്ടും ഈ ഒരു വേരുകളുണ്ടല്ലോ അത് വന്നിങ്ങനെ ചുറ്റി നിൽക്കുന്നത് പോലെ. ഇത് കണ്ട് അവൾ അലറി വിളിച്ചിട്ട് നേരെ അവളുടെ അച്ഛന്റെ അമ്മയുടെ റൂമിലേക്ക് ചെന്നിട്ട് അവരെയും വിളിച്ച് എല്ലാവരും ഇപ്പൊ തിരിച്ചു വന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ സാം എന്ന് പറഞ്ഞ ആ ഒരു പയ്യനെ കാണാനില്ല. പക്ഷെ ആ ഒരു ബെഡിലാണെങ്കിലോ രക്തം പറ്റിയ പാടുണ്ട്. അതുപോലെ അടുത്തുള്ള കതകം തുറന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു കാരണം കൊണ്ട് തന്നെ അടുത്ത ദിവസം ഈ ഒരു ഗ്രാമത്തിലുള്ള എല്ലാവരും സാമിനെ അന്വേഷിച്ച് അടുത്തുള്ള കാട്ടിലേക്ക് ഇങ്ങനെ പോയി നോക്കുകയാണ്. അങ്ങനെ ആ ഒരു കാട് മുഴുവനായിട്ടും ഇവർ അന്വേഷിച്ചിട്ടും സാമിന്റെ ശരീരം ഇവർക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ വീട്ടിൽ കാണിക്കുമ്പോൾ സാമിന്റെ അമ്മയ്ക്കാണെങ്കിൽ ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. കാരണം അവരവനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഇപ്പൊ തന്റെ മകനെ കാണാനുമില്ല. സാറയ്ക്കാണെങ്കിലും നല്ല കുറ്റബോധമുണ്ട്. കാരണം ആ ഒരു കാട്ടിൽ നടന്ന കാര്യം ഇവരോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും കാര്യങ്ങൾ സംഭവിക്കില്ലായിരുന്നു, അവൻ എന്താണ് കടിച്ചത് എന്നൊക്കെ. അതുകൊണ്ട് അവളും ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ ഒരു പോലീസുകാരനെ കാണിക്കുമ്പോൾ അയാൾ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഹീറോയോട് സഹായം ചോദിക്കാം എന്നുള്ള രീതിയിൽ ഹീറോയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇതുപോലെ സാം എന്ന് പറഞ്ഞൊരു ചെറിയ പയ്യനെ കാണാനില്ല, അവനെ കണ്ടുപിടിക്കാനായിട്ട് നീ ഞങ്ങളെ സഹായിക്കണം. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ആ ഒരു ജിപ്സീനം ട്രൈബൽസ് ഉണ്ടല്ലോ അവരും ഈ ഒരു സംഭവം തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് എന്നുകൂടി പറയുന്നത് നമ്മുടെ ഹീറോ എന്തായാലും അവരെ സഹായിക്കാനായിട്ട് തയ്യാറാവുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാറയാണെങ്കിലോ അവൾക്കാണെങ്കിൽ വീട്ടിലിരുന്നിട്ട് കഴിയുന്നില്ല. അവൾ നേരെ ചർച്ചിലേക്ക് ചെന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ ടിമ്മി എന്ന് പറഞ്ഞ ആ ഒരു പയ്യനും അവിടെ തന്നെയാണുള്ളത്. ഇവന്റെ വായിലാണ് ആ ഒരു വെള്ളി പല്ലെടുത്ത് വെച്ച് സാമിനെ കടിച്ചത്. അങ്ങനെ അവളായാലും നേരെ ആ ഒരു കുമ്പസാര കൂടെ ഉണ്ടല്ലോ അവിടേക്ക് ചെന്നിരിക്കുമ്പോൾ അവനായാലും അവളോട് ഇങ്ങനെ കുമ്പസരിക്കാണ്. അപ്പൊ അവൾ ചോദിക്കുന്നുണ്ട്, നീ എന്ത് തെറ്റാണ് ചെയ്തത്, അവിടെ എന്താണ് ചെയ്തത് എന്ന് നിനക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ആ ഒരു പല്ലെടുക്കുന്നത് വരെയുള്ള കാര്യം മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, പിന്നീടുള്ള ഒന്നും എനിക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞ് ഞാൻ ബോധം വന്ന് കണ്ണു തുറക്കുമ്പോൾ എന്റെ കയ്യിൽ ആ ഒരു പല്ലുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ആ ഒരു അമ്പലത്തിനടുത്തായിട്ടാണ് ഞാനത് കുഴിച്ചിട്ടത്. നീ ഇതിനെപ്പറ്റി വേറെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല, കാരണം അതല്ലേ നമ്മുടെ റൂള് എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതും ഈ ഒരു പയ്യനിപ്പോ ബൈബിൾ എടുത്ത് അതിലുള്ള ഒരു പേജ് മാത്രം തുറന്നു വെച്ച് ഇങ്ങനെ വായിക്കാണ്.
ഇപ്പൊ ആ ഒരു പേജിലുള്ള കാര്യം അവൻ വായിക്കുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാല് വെള്ളിക്കാശിന് വേണ്ടിയിട്ട് യേശുവിനെ ചതിച്ചല്ലോ, ആ ഒരു കാര്യമാണ് അതിൽ വായിക്കുന്നത്. ഒരുപക്ഷെ അതുപോലുള്ള ഒരു ശാപം ഒരിക്കൽ തനിക്ക് വന്നിട്ടുള്ളത് എന്നെല്ലാം പറയുമ്പോൾ ആ ഒരു ചർച്ചിൽ വന്ന വേറൊരു സ്ത്രീ ഈ ഒരു കൂടങ്ങ് തുറന്നു വിടുന്നതും ഇവൻ പെട്ടെന്ന് പേടിച്ച് വെളിയിലേക്ക് ഇറങ്ങി ഓടാൻ തുടങ്ങും. അതുപോലെ ഓടുമ്പോൾ തന്നെ അവൻ ചിന്തിക്കുന്നുണ്ട് സാമിന് ആ ഒരു അപകടം സംഭവിക്കാൻ കാരണം ഇവനാണ് എല്ലാവരെയും കൂട്ടിയിട്ട് അവിടേക്ക് പോയത് എന്നുള്ള ആ ഒരു വിഷമത്തിൽ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ കുറെ ദൂരെയായിട്ട് ഒരു പയ്യന്റെ ശരീരം ഇങ്ങനെ കാണുന്നു. അത് വേറെ ആരുമല്ല, സാമാണ്. അപ്പൊ സാമിനെ കാണുമ്പോൾ ഹേയ് സാം, നീ അവിടെയാണുള്ളത് എന്ന് പറഞ്ഞു ഓടി അവന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും സാം ആ ഒരു കാടിനകത്തേക്ക് ഓടിക്കയറും. അപ്പോൾ ഈ ഒരു ടിമ്മി ആണെങ്കിലും പുറകെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ ഇവനായാലും മുന്നിലേക്ക് നടന്നു പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് എന്തോ ഒരു ക്രീച്ചർ ഇവന്റെ അടുത്തുകൂടെ ഇങ്ങനെ സ്പീഡിന് പോകുന്നുണ്ട്. അതുപോലെ അവന്റെ കൈയും മുറിക്കുന്നുണ്ട്. ഇതുകൂടി കണ്ടിട്ട് ഇവൻ നല്ലതുപോലെ പേടിച്ച് ഇപ്പൊ തിരിച്ചു നടക്കാൻ തുടങ്ങാണ്. ആ ഒരു ക്രീച്ചർ എന്താണ് എന്ന് അവന് മനസ്സിലാവുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇവനായാലും പേടിച്ച് ഈ ഒരു കാടിനകത്ത് ഒരു പഴയ ഷെഡ് ഉണ്ട്, അതിനകത്തേ കാര്യം ഒളിച്ചിരുന്ന അവന്റെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ട്. അതെടുത്ത് ഇങ്ങനെ വായിക്കുമ്പോഴത്തേക്കും അതിന് മുന്നേ തന്നെ ആ ഒരു ക്രീച്ചർ അവന്റെ മുന്നിലേക്ക് വന്നു. എന്നിട്ട് അതിനകത്തേക്ക് കയറുമ്പോൾ അതോടെ അവന്റെ കഥയും കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം ഇവിടെ ആ ഒരു തലവന്റെ വീട്ടിൽ കാണിക്കുമ്പോൾ അയാളുടെ വീട്ടിലേക്ക് നമ്മുടെ പോലീസുകാരൻ ഹീറോയെ കൂട്ടി വന്നേക്കാണ്. എന്നിട്ടാണ് അയാളോട് പറയുന്നത് ഇതുപോലെ ഹീറോ പല ഗ്രാമങ്ങളിലെയും ഇതുപോലെയുള്ള കേസുകൾ തെളിയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇവൻ എന്തായാലും നമുക്ക് സഹായാവെന്ന് പറയുമ്പോൾ ആ ഒരു തലവൻ പറയും ഓക്കെ, നിങ്ങൾ വന്നത് കറക്റ്റുള്ള സമയമാണ്, നിങ്ങളെ ഞാൻ ഒരിടത്തേക്ക് കൊണ്ടുവന്ന് പറഞ്ഞ ആ ഒരു കാടിനകത്തേക്ക് ഇവരെ കൊണ്ടുപോവാണ്. കാരണം വേറെ ഒന്നുമല്ല, ടിമ്മി എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ മരിച്ച സ്ഥലമുണ്ടല്ലോ, അങ്ങനെ ഇവരായാലും അവിടേക്ക് ആ ഒരു ഷെഡിനകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ ഒരു പയ്യൻ മരിച്ചു കിടക്കുന്നു. അങ്ങനെ ഇത് കണ്ട് ഒരുപാട് പേര് പേടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ അകത്തേക്ക് വന്ന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് നോക്കുമ്പോൾ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബൈബിളിന്റെ പേപ്പർ ഉണ്ടല്ലോ, അതെടുത്ത് ഇങ്ങനെ നോക്കും. അപ്പോഴേക്കാണ് അതിൽ ഒരുപാട് വാക്കുകൾ മാത്രം ഇങ്ങനെ അണ്ടർലൈൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതും ആ ഒരു വെള്ളിക്കാശിനെ പറ്റിയുള്ള കാര്യമാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അങ്ങനെ അത് കണ്ട് ഹീറോ നേരെ വെളിയിലേക്ക് വന്നിട്ട് ഇത് ചിലപ്പോൾ ചെന്നായി ആയിരിക്കും ഇവനെ അറ്റാക്ക് ചെയ്തത്, ചെന്നായി മാത്രമേ ഇതുപോലെ അറ്റാക്ക് ചെയ്ത് കൊല്ലത്തുള്ളൂ എന്നും പറയുമ്പോഴത്തേക്ക് ആ ഒരു പോലീസുകാരൻ ആ ഒരു തലവനുണ്ടല്ലോ അയാളോട് പറയും നിങ്ങളുടെ മകനും ഈ ഒരു കാര്യമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാവും, നമുക്ക് അതിനെപ്പറ്റി അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ ആ ഒരു തലവൻ പറയുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഗ്രാമത്തിലാണെങ്കിൽ ഈ പ്ലേഗ് എന്ന് പറഞ്ഞ ഒരു അസുഖം പടർന്നു പിടിക്കുകയാണ്, അതുകൊണ്ട് തന്നെ റിസോഴ്സ് ഒരുപാട് കുറവാണ്, അതുകൊണ്ട് അധികം താമസിക്കരുത്, എത്രയും പെട്ടെന്ന് ഇതിലൊരു പരിഹാരം കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയോട് പറയും ഓക്കെ, ഇനി നീ വേറെ എവിടെയും പോണ്ട, ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളോടൊപ്പം താമസിച്ച് തന്നെ നീ ഒരു കേസ് കണ്ടുപിടിക്കാൻ നോക്കണം എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ നേരെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവനൊരു റൂമും കൊടുത്ത് ആ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെയുള്ള എല്ലാവരും ഇങ്ങനെ ചുറ്റിക്കാണിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ ഒരാൾ മാത്രം ഹീറോയോട് മിണ്ടുന്നില്ല, വേറെ ആരും അല്ലാതെ സാറയാണ്. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ ഹീറോ കിടന്ന് ഉറങ്ങുമ്പോൾ ഹീറോയും ഇപ്പൊ ഈ ഒരു ഗ്രാമത്തിലുള്ള ഒരു സ്വപ്നം കാണുമല്ലോ, അതേ സ്വപ്നം തന്നെ കാണുന്നുണ്ട്. ആ ഒരു ചോളക്കാട്ടിലേക്ക് പോകുന്നതും ആ പാവയുടെ താഴെയായിട്ട് കുഴിയെടുക്കുന്നത് പോലെയും. പക്ഷെ എല്ലാവരും ആ ഒരു കുഴിയെടുത്ത് പല്ല് കാണുമ്പോഴത്തേക്ക് നിർത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാല് ആ ഒരു പല്ല് കണ്ടിട്ടും വീണ്ടും കുഴിക്കാൻ തുടങ്ങിയ അവസാനം ജീവനോടെ കുഴിച്ചുമൂടി ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ അവരുടെ ശരീരം വരെ കണ്ടുപിടിക്കുന്നു. പെട്ടെന്നാണ് പുറകിലെ എന്തോ ഒരു ശബ്ദം കേട്ട് അവ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ കാടിനുള്ളിൽ ഒരു സ്ത്രീയും അതേപോലെ തന്നെ അവരുടെ മകളും. എന്നിട്ട് ഹീറോയെ കാണുമ്പോൾ അവനിങ്ങനെ ടാറ്റ കൊടുക്കുന്നുണ്ട്. പെട്ടെന്നാണ് ഹീറോ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു സ്കെയർ ക്രൗ ഉണ്ടല്ലോ അതിനെ അവിടെ കാണുന്നില്ല. ചേട്ടാ ഇതെവിടെ പോയെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും പുറകിൽ ആ ഒരു സ്ത്രീയും പെൺകുട്ടിയും നിന്നല്ലോ അവരുടെ പുറകെ തന്നെ ആ ഒരു രൂപ ഇങ്ങനെ വന്ന് നിന്നിട്ട് അവരെയും വിളിച്ച് തിരിച്ച് ആ ഒരു കാടിനകത്തേക്ക് നടന്നു പോവാണ്. അങ്ങനെ ഹീറോ തിരിയുമ്പോഴത്തേക്കും ഞെട്ടി എഴുന്നേറ്റ് പെട്ടെന്ന് മെഴുകുതിരി ഇങ്ങനെ കത്തിക്കുകയാണ്. അപ്പോഴേക്കാണ് ആ ഒരു ടേബിളിൽ മെഴുകുതിരിയുടെ പുറകിലായിട്ടൊരു ഫോട്ടോ ഇരിപ്പുണ്ട്, വേറെ ആരുമല്ല ഇവര് രണ്ടുപേരെയാണ് ഹീറോ സ്വപ്നത്തിൽ കണ്ടത്. ഇവര് രണ്ടുപേരും ഹീറോയുടെ ഭാര്യയും കുട്ടിയാണ്. അപ്പൊ ഇവർക്കും ഇതുപോലെ എന്തോ ഒരു കാര്യം സംഭവിച്ച് രണ്ടുപേരും മരണപ്പെട്ടു. അതുപോലെ ഇപ്പൊ ഈ ഒരു വീട്ടിലെ രണ്ടുപേര് ബഹളം വെച്ചിങ്ങനെ സംസാരിക്കുന്നുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കുമ്പോഴത്തേക്കാണ് അത് ആ ഒരു വീട്ടിലെ തലവരും അയാളുടെ ഭാര്യയാണ്. അവരുടെ മകനെ കാണാതെ പോയിട്ടുള്ള ആ ഒരു കാര്യം ഉണ്ടല്ലോ അതിനെപ്പറ്റി പറഞ്ഞാണ് രണ്ടുപേരും വഴക്കുണ്ടാക്കുന്നത്. അതുകൊണ്ട് അതൊന്നും വലിയ കാര്യമൊക്കാതെ ഹീറോ വീണ്ടും കിടന്നുറങ്ങിയിട്ട് അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ സാമിന്റെ മുറിയിലേക്ക് വന്നിട്ട് അവിടെയുള്ള രക്തമെല്ലാം കളക്ട് ചെയ്തിട്ട് അത് വെച്ച് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് അവനിങ്ങനെ പരിശോധിക്കുകയാണ്. അങ്ങനെ ആ ഒരു രക്തസാമ്പിള് അവൻ പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്കാണ് വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ട് അവന് കിട്ടുന്നത്. സാധാരണ രക്തത്തിലെ ഇതുപോലെ ഒരു കാര്യം അവൻ കാണുന്നതല്ല. ആ ഒരു സമയത്ത് തന്നെ വീടിന് വെളിയിൽ എന്തോ ഒരു ശബ്ദം കേട്ട് ഇവൻ പതിയെ ആ ഒരു ഡോറിനടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഇവരെല്ലാവരും അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു ക്രീച്ചർ ഉണ്ടല്ലോ അതാണ് അവിടെ വന്നിട്ടുള്ളത്. ഇത് കണ്ടവൻ ചെറുതായിട്ടൊന്ന് ടെൻഷൻ ആവും, വലിയ രീതിയിൽ പേടിക്കത്തില്ല. എന്നിട്ട് അവിടെയുള്ള ആ ഒരു തലവനെ വിളിച്ച് തോക്കെടുത്തോണ്ട് വരാൻ പറയും. അങ്ങനെ അവര് തോക്കെടുത്ത് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ആ ഒരു ക്രീച്ചറിനെ അവിടെ കാണുന്നില്ല. അപ്പൊ ഇതുകൂടിയാവുന്നത് ഹീറോ പറയും ശരി, ഇവിടെ വെളിയിൽ എന്തോ ഒരു കാര്യമുണ്ട്, അതിനെ എന്തായാലും ഹണ്ട് ചെയ്തേ പറ്റൂ. ഒരു ഹണ്ടിങ് ടീമിനെ റെഡിയാക്കാൻ പറയുന്നതും അടുത്ത ദിവസം തന്നെ ഈ ഒരു തലവൻ ആ ഒരു ഗ്രാമത്തിലുള്ള പ്രധാനപ്പെട്ട ആളുകളെല്ലാം വിളിച്ചിട്ട് നമ്മുടെ ഹീറോ പറഞ്ഞ ആ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അവരാരും അത് കാര്യമാക്കുന്നില്ല. ഒരു ചെറിയ പയ്യൻ പറയുന്നത് കേട്ടിട്ട് നമ്മളെല്ലാവരും അതുപോലെ ചെയ്യണമെന്നാണോ എല്ലാവരും പറയുമ്പോൾ ഹീറോ പറയും നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, ഇതുപോലെ തന്നെയാണ് അടുത്ത ഗ്രാമത്തിലും സംഭവിച്ചത്, അവിടെയും ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്രിയേച്ചർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഗ്രാമത്തിലും എന്നുള്ള കാര്യം പറയുമ്പോൾ ഇവരെല്ലാവരും പെട്ടെന്ന് ഞെട്ടിയിട്ട് അതിലൊരുത്തം പറയും ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് ആർമിയെ വിളിച്ചാലോ. അപ്പോൾ ഹീറോ പറയും ആർമിയെ വിളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും തെളിവ് വേണം, തെളിവുണ്ടെങ്കിൽ മാത്രമേ അവരിവിടേക്ക് വരത്തുള്ളൂ. അതിനിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലൊരു ക്രിയേച്ചറിനെ നമ്മൾ പിടിച്ചേ പറ്റൂ.
അതിനുള്ള ഏർപ്പാടെല്ലാം ഞാൻ ചെയ്യാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഗ്രാമത്തിൽ നിന്നും ആ ഒരു സമയത്ത് ഒരാൾ പോലും വെളിയിലേക്ക് ഇറങ്ങരുത്. കാരണം ആ ഒരു സമയത്ത് എല്ലാവരും വീടിനകത്ത് തന്നെ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഇവരിങ്ങനെ ചർച്ച ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ മറ്റൊരിടത്ത് കാണിക്കുമ്പോൾ ഒരു 3 പേര് അവര് 3 പേരും കാടിനകത്ത് എന്തൊക്കെയോ ഇങ്ങനെ അന്വേഷിക്കാൻ പോവാണ്, എന്തെങ്കിലും കിട്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി. പക്ഷെ ഇവർക്കറിയത്തില്ല ഈ ഒരു കാടിനകത്ത് ഇതുപോലെ ഈ ഒരു ക്രിയേച്ചർ ഉണ്ടെന്നും ഇവർ അറ്റാക്ക് ചെയ്യുമെന്നും. അങ്ങനെ ഇവര് 3 പേരും ആ ഒരു കാടിനകത്തേക്ക് പോയിട്ട് ഈ ഒരു കമ്പും കാര്യങ്ങളൊക്കെ ഓടിക്കാനാണെന്ന് തോന്നുന്നു. അങ്ങനെ 3 പേര് നടന്നു പോകുമ്പോഴത്തേക്കും കാടിനകത്ത് നിന്ന് എന്തൊക്കെയോ വ്യത്യസ്തമായിട്ടുള്ള ശബ്ദങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. എല്ലാവരും ചുറ്റി നോക്കുമ്പോഴത്തേക്കും അതിൽ ആ ഒരു പെണ്ണ് ഈ ഒരു ശബ്ദം കേട്ട് പുറകിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ഇവളുടെ കൂടെ വന്ന 2 പേരെയും കാണാനില്ല. ചേട്ടാ ഇവരെവിടെ പോയെന്ന് പറഞ്ഞ അവരുടെ പേര് വിളിച്ച് അവൾ ഒരു വശത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ അതിലൊരുത്തന്റെ പുറകില് എന്തോ ഒരു ക്രീച്ചർ നിന്നിട്ട് അവനിങ്ങനെ പതിയെ തിന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതുകൂടി കണ്ട ഈ ഒരു പെണ്ണ് പെട്ടെന്ന് പേടിച്ചിട്ട് അവള് പുറകിലേക്ക് നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു ക്രീച്ചർ ആ ഒരുത്തനെ വിട്ട് ഇവളെ അറ്റാക്ക് ചെയ്യാൻ വരും. ഇവൾ ഓടുന്നുണ്ട്. അതിനു മുന്നേ തന്നെ ഇവളെ ചാടി വീണ് അവളുടെ കഴുത്തിലും കടിക്കാൻ തുടങ്ങും. അങ്ങനെ കടിക്കുമ്പോഴത്തേക്കാണ് ഇവളുടെ കൂടെയുള്ള വേറൊരുത്തം വന്നിട്ട് ആ ഒരു ക്രീച്ചറിനെ അടിച്ച് ഇവളെ അങ്ങ് രക്ഷിക്കും. പക്ഷെ ആ ഒരു സമയത്താണെങ്കിലോ ഈ ഒരു പെണ്ണിനെ വിട്ടിട്ട് ആ ഒരു ക്രീച്ചർ അവനെ പിടിച്ച് കടിക്കാൻ തുടങ്ങും. ഇവളാണെങ്കിലും ഇഴഞ്ഞിങ്ങനെ മുന്നോട്ട് പോവാണ്. അങ്ങനെ അവിടെ നിന്നും ആ ഒരു പെണ്ണ് ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് നേരെ ഈ ഒരു വില്ലേജിലേക്ക് തന്നെ വരും. അപ്പൊ അവിടെയുള്ള ജനങ്ങളെല്ലാം ഇവളെ കണ്ട് എന്താ സംഭവിച്ചതെന്നെല്ലാം ചോദിച്ച് അവളെ രക്ഷപ്പെടുത്തി. ആ ഒരു കാര്യം നമ്മുടെ ഹീറോ ഇപ്പൊ മനസ്സിലാക്കിയിട്ട് ഹീറോ ആ ഒരു ഹണ്ടിങ് ടീം ഉണ്ടല്ലോ അവരെയും കൂട്ടി ഒരു കാടിനടുത്തേക്ക് വരും. ഇവർ അറ്റാക്ക് ചെയ്ത ആ ഒരു സ്ഥലത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ആരുടെയും ശരീരമൊന്നുമില്ല, പക്ഷെ അവരുടെ സാധനങ്ങൾ മാത്രം അവിടെ കിടപ്പുണ്ട്. ഓക്കെ, എന്തായിരിക്കും കടിച്ചതെന്ന് ഇവർക്ക് ഇപ്പോഴും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു പെണ്ണിനോട് തന്നെ ചോദിക്കാം എന്നും പറഞ്ഞ് അവളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ആ ഒരു പെണ്ണിനെ അവിടെ കാണാനില്ല. കാരണം അവളുടെ രക്തം മാത്രമേ അവിടെയുള്ളൂ. സാം എന്ന് പറഞ്ഞ ആ ഒരു പയ്യനെ കാണാതായതുപോലെ തന്നെ ആ ഒരു പെണ്ണിനെ കാണാതായിട്ടുണ്ട്. അപ്പൊ ഇതുകൂടി കണ്ട നമ്മുടെ ഹീറോ പറയും ഇതൊരു സാധാരണ വിഷയമല്ല, ഞാൻ അങ്ങനെയാണ് ആദ്യം വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വില്ലേജിലുള്ള എല്ലാ ആളുകളെ കൂട്ടി നേരെ ചർച്ചിലേക്ക് പോകും. അതായിരിക്കും സേഫ് ആയിട്ടുള്ള സ്ഥലം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോരുത്തരെയും നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ആ ഒരു ക്രീച്ചറിന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നതും ഇപ്പൊ കാടി കൊണ്ട് ആ ഒരു പെണ്ണിനെ കാണാനില്ലല്ലോ. അവളെ ഇപ്പൊ കാണിക്കുമ്പോൾ അവള് വേദന കാരണം ഈ ഒരു കാടിനകത്തേക്ക് കരഞ്ഞിങ്ങനെ പോവാണ്. അതുപോലെ അവളുടെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നത് പോലെ കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് കാണിക്കുമ്പോൾ അവളുടെ ശരീരത്തിൽ നിന്നും മുറിഞ്ഞ ഭാഗത്ത് നിന്നും വേരുകൾ പോലെയെല്ലാം വെളിയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പെണ്ണായാലും സഹിക്കാൻ കഴിയാതെ വേദന കാരണം അവസാനം നടന്നടുത്തുള്ളൊരു പുഴയിലേക്ക് വന്ന് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ അവളുടെ ശരീരം മുഴുവനായിട്ടും ആ ഒരു വേര് കൊണ്ട് ചുറ്റി അവളെ വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഈ ഒരു വില്ലേജിലുള്ള എല്ലാ ആളുകളും ഈ ഒരു ചർച്ചിലേക്ക് വരികയാണ്. കാരണം അവർക്ക് എല്ലാവർക്കും നല്ല പേടിയുണ്ട്. ഇപ്പൊ കാണാൻ കഴിയാത്തൊരു ക്രീച്ചർ അവരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ആ ഒരു പേടിയിൽ തന്നെ എല്ലാവരും ചർച്ചിലേക്ക് പോകുന്നു. അതേ സമയമാണ് ഇവിടെ നമ്മുടെ ഹീറോ ആ ഒരു തലവന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ അവന്റെ ഭാര്യയും കുട്ടിയെ കുറിച്ച് ആ തലവന്റെ ഭാര്യയോട് അവനിങ്ങനെ പറയുന്നത്. ഇപ്പൊ ഇതിനു മുന്നേ മറ്റൊരു വില്ലേജിലെ ഇതുപോലൊരു കാര്യം സംഭവിച്ചെന്ന് ഹീറോ പറഞ്ഞിരുന്നല്ലോ. ആ ഒരു അപകടത്തിലാണ് ഹീറോയുടെ ഭാര്യയെയും കുട്ടിയെയും ആ ഒരു ക്രീച്ചർ കൊന്നത്. അതുകൊണ്ടാണ് ഇതുപോലെ സംഭവിക്കുന്ന ഒരുപാട് ഗ്രാമങ്ങളിലേക്ക് ചെന്ന് അവരെല്ലാവരും സഹായിക്കാൻ വേണ്ടി ഹീറോ ശ്രമിക്കുന്നതും. അതുപോലെ ഈ ഒരു ഗ്രാമത്തിലേക്ക് വരാൻ കാരണം ആ ഒരു ജിപ്സി ജനങ്ങളുണ്ടല്ലോ അവരുടെ കയ്യിൽ ആ ഒരു സിൽവർ ഉണ്ട്. അതിലാണെങ്കിൽ ഒരു ശാപം ഉണ്ടായിരുന്നു. ആ ഒരു ശാപം കാരണമായിരിക്കും ഇത് സംഭവിച്ചത് എന്നുള്ള കാര്യം കൂടി പറയുമ്പോഴത്തേക്കും ആ ഒരു ഭാര്യയാണെങ്കിലും ഇപ്പൊ അവളുടെ ഭർത്താവ് ഈ ഒരു ജിപ്സി ജനങ്ങളെ കൊന്ന കാര്യം ഹീറോയോട് പറയാൻ വരുന്നുണ്ട്. പക്ഷെ അതിനു മുന്നേ തന്നെ ആ ഒരു തലവൻ ഇതിനകത്തേക്ക് കയറി വരുന്നു. അതുകൊണ്ട് അവർക്കൊന്നും പറയാൻ കഴിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഒറ്റയ്ക്ക് ഈ ഒരു കാട്ടിൽ മുഴുവനായിട്ടും ട്രാപ്പുകൾ ഇങ്ങനെ ഉണ്ടാക്കാണ്. കാരണം ഈ ഒരു ക്രിയേച്ചർ ഈ ഒരു വില്ലേജിൽ ഉണ്ടെന്നുള്ള കാര്യം ഹീറോയ്ക്ക് അറിയാം. കൂടാതെ ഇതിനെ തെളിവായിട്ട് കാണിച്ചാലേ ആർമി ഇവരെ സഹായിക്കാനായിട്ട് വരത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആ ഒരു ചോളപ്പാടം അവിടെ ചെന്നിങ്ങനെ നോക്കുന്നു. അവിടെയാണ് ആ ഒരു സ്കെയർ ക്രൗവില് സത്യത്തിലുള്ളത് മനുഷ്യനാണല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് മറ്റൊരിടത്ത് ഒരു ട്രാപ്പ് ഇങ്ങനെ ഉണ്ടാക്കുന്നു. ആ ഒരു സമയത്താണ് ഹീറോ പഴയ ഒരു കാര്യം ആലോചിച്ച് നോക്കുന്നത്, അവന്റെ ഭാര്യനെയും മകളെയും പറ്റിയുള്ള കാര്യം. അങ്ങനെ അത് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കാണിക്കുമ്പോൾ അവന്റെ മുന്നിലായിട്ട് ഒരു വീടിനടുത്ത് ഈ ഒരു ക്രിയേച്ചർ ഉണ്ട്. അപ്പൊ ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ അവർ കേടി തന്നെ വെച്ചിട്ടുള്ളത്. ഇതുകൂടി കാണുന്നതും ഹീറോ തന്റെ കയ്യിലുള്ള ഒരു തോക്ക് കൊടുത്ത് അതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് മുന്നിലേക്ക് പോകുമ്പോൾ അത് പെട്ടെന്ന് വെളിയിലേക്ക് ചാടി ഇറങ്ങി വന്ന് ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. പക്ഷെ ഹീറോ അവിടെ ആ ഒരു ട്രാപ്പ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ ഇതിനെ തള്ളി ആ ഒരു കുഴിയിലേക്ക് ഇടുമ്പോൾ കമ്പും മറ്റും ദേഹത്തേക്ക് കയറിയിട്ട് ആ ഒരു ക്രിയേച്ചർ അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതിനെ എന്തായാലും പരിശോധിച്ചാലേ എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയൂ. അങ്ങനെ ഹീറോ ആയാലും ആ ഒരു ക്രിയേച്ചറിനെ നേരെ ഒരു വില്ലേജിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും അവിടെയുള്ള ആളുകളെല്ലാം കണ്ടിട്ട് പെട്ടെന്ന് പേടിക്കും. ഹേയ്, ഇതെന്താ നീ പറഞ്ഞതുപോലെ ചെന്നായ പോലെ അല്ലല്ലോ, ഇത് വേറെ എന്തോ ആണെന്ന് പറയുമ്പോൾ ഇത് വേറെ എന്തോ ആണ്, ഇതിനെന്തായാലും ഓട്ടോപ്സി ചെയ്യണം. അങ്ങനെ ഹീറോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ അതിന്റെ വയറ് വലിച്ചങ്ങ് കീറുന്നതും അതിനകത്ത് നിന്ന് എന്തോ ഒരു രൂപം പുറത്തേക്ക് വരുന്നു. ഇത് കണ്ട് എല്ലാവരെയും നോക്കി നിൽക്കുമ്പോൾ ലാസ്റ്റ് ആയിട്ട് കാണാതായിട്ടുള്ള ഒരു പെണ്ണുണ്ടല്ലോ ആ ഒരു പുഴയിലേക്ക് വീണ അവളാണത്. അതുപോലെ അവൾ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ അവളുടെ ദേഹത്ത് നിന്നും ആ ഒരു വേരുകൾ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അവളുടെ കൺട്രോളിലല്ല അവളുള്ളത്. അപ്പോൾ ഹീറോ പറയും, ശരി, നിങ്ങൾ ആരും ഒന്നും ചെയ്യരുത്, അവൾ എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കണം എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു പെണ്ണാണെങ്കിലോ പെട്ടെന്ന് എഴുന്നേറ്റ് അലറി ഇങ്ങനെ വിളിക്കാൻ തുടങ്ങുന്നു. ഇത് കണ്ട് ഒരാൾ സഹിക്കാൻ കഴിയാതെ ആ ഒരു പെണ്ണിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അത് വേറെ ആരുമല്ല, ആ ഒരു പെണ്ണിന്റെ അച്ഛൻ തന്നെയാണ്. തന്റെ മകളുടെ ഈ ഒരു അവസ്ഥ കണ്ട് അയാൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ആ ഒരു തലവൻ ചോദിക്കും, എന്റെ മകനും ഇത് തന്നെയായിരിക്കും സംഭവിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഹീറോ പറയുന്നത്, ആയിരിക്കാം, പക്ഷേ
നിങ്ങൾ എല്ലാവരും എന്നിൽ നിന്ന് എന്തോ ഒരു കാര്യം മറച്ചു വെക്കുന്നുണ്ട്. ആ ഒരു ചോളക്കാട്ടിലെ ആ ഒരു സ്കെയർ ക്രൗ, അതിന് താഴെ നിങ്ങൾ എന്താണ് കുഴിച്ചിട്ടത്? കാരണം ആ ഒരു കാര്യം എനിക്ക് സ്വപ്നമായിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ ഭാര്യ എന്നോട് എന്തോ പറയാൻ വന്നപ്പോ അത് നിങ്ങൾ തടഞ്ഞു. സത്യം പറയ്, ചിലപ്പോൾ അത് കാരണമായിരിക്കും ഈ ഒരു ശാപം തന്നെ കിട്ടിയത് എന്ന് പറയുമ്പോൾ ആ ഒരു തലവൻ പറയും, ശാപോ, ഒന്ന് മിണ്ടായിരിക്കാൻ കഴിയും? എന്റെ മകനൊരു പാവമാണ്, അവൻ എങ്ങനെ ഈ ഒരു ശാപം കിട്ടും? അതുകൊണ്ട് ഇനിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം. അതുകൊണ്ട് ഞാൻ തന്നെ ഇതിനെ വേട്ടയാടി കൊല്ലാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അയാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഹീറോ ആയാലും ഇയാളോട് സംസാരിച്ചിട്ട് കാര്യമില്ല, അയാളുടെ ഭാര്യയോട് പോയി ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ സത്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ എന്നുള്ള രീതിയിൽ അയാളുടെ ഭാര്യയെ കാണാനായിട്ട് ഇങ്ങനെ ചെല്ലും. അങ്ങനെ എന്താണ് സംഭവിച്ചെന്ന് അവരോട് ചോദിക്കുമ്പോഴത്തേക്കാണ് അവര് ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ അതെടുത്ത് ഹീറോയെ കാണിക്കുന്നത്. ഇവരെല്ലാവരും ആ ഒരു ട്രൈബൽസിനെ കൊന്നിട്ട് അവരുടെ മുന്നിലായിട്ട് നിൽക്കുമല്ലോ ആ ഒരു ഫോട്ടോ. അങ്ങനെ അത് കണ്ടതിന് ശേഷം ഹീറോ ആണെങ്കിലോ ആ ഒരു പയ്യൻ ടിമ്മി എന്ന് പറഞ്ഞ അവന്റെ കയ്യിൽ നിന്നൊരു പേപ്പർ കിട്ടിയല്ലോ ബൈബിളിന്റെ, അതിലാണെങ്കിൽ വെള്ളിയെ പറ്റിയുള്ള ഒരു ഭാഗം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കുമ്പോൾ ഇപ്പോഴാണ് സാറ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് എല്ലാ സത്യങ്ങളും പറയുന്നത്. ഇപ്പോഴെങ്കിലും അതൊന്ന് വാ തുറന്നല്ലോ, ആശ്വാസമായി. ഇവർ ആ ഒരു ചോളക്കാട്ടിലേക്ക് പോയെന്നും അതുപോലെ തന്നെ കുഴിയെടുത്ത് ആ ഒരു വെള്ളിപ്പല്ല് പുറത്തെടുത്ത് അവളുടെ സഹോദരനെ കടിച്ചത് ടിമ്മി എന്ന് പറഞ്ഞ ആ ഒരു പയ്യനാണ് എന്ന് അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും അവളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ ആ ടിമ്മി എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ മരിക്കുന്നതിന് മുന്നേ തന്നെ ഇവളോട് പറഞ്ഞിരുന്നു ആ ഒരു പല്ല് എവിടെയാണ് കുഴിച്ചിട്ടെന്ന്, ആ ഒരു ചർച്ചിന്റെ അടുത്തായിട്ട്. ആ ഒരു കാര്യം നമ്മുടെ ഹീറോ മനസ്സിലാക്കി നേരെ അവിടേക്ക് ചെന്ന് ആ ഒരു പല്ലു ഇപ്പോൾ പുറത്തേക്ക് എടുത്ത് ഹീറോയ്ക്ക് മനസ്സിലായി എല്ലാ ശാപവും എവിടെ നിന്നാണ് വന്നതെന്ന്. ഇപ്പൊ അവസാനമായിട്ടും ആ ഒരു ട്രൈബൽസിലെ ആ ഒരു തലവനെയും തലവിയെയും കൊല്ലുമ്പോഴത്തേക്കും അവര് എന്തൊക്കെയോ മന്ത്രങ്ങൾ പറഞ്ഞിരുന്നല്ലോ. സത്യത്തിൽ അവര് ഇവർക്കൊരു ശാപം കൊടുക്കുമായിരുന്നു. ഇതുപോലെ ഈ ഒരു ക്രിയേച്ചർ വന്ന് ആരെയൊക്കെ കടിക്കുന്നോ അവരെല്ലാവരും അതുപോലെ തന്നെ ആയി മാറും, എന്നിട്ട് ഈ ഒരു വില്ലേജ് തന്നെ ഇല്ലാതാവും എന്നുള്ളൊരു ശാപമാണ് അവർ കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതില്ലാതാക്കാൻ വേണ്ടി ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ എന്ന് ഹീറോ ഒരു പ്ലാൻ ചെയ്യുമ്പോൾ ഇവിടെ ആ ഒരു തലവനാണെങ്കിലോ ഹീറോയുടെ സഹായം വേണ്ടാന്ന് പറഞ്ഞ് വേറെ ഒരുപാട് പേരെ ഒറ്റയ്ക്ക് കൂട്ടിയിട്ട് അയാൾ ഇങ്ങനെ കാടിനകത്തേക്ക് പോകണം ആ ഒരു ക്രിയേച്ചറിനെ കൊല്ലാൻ വേണ്ടി. ഇവരായാലും കാടിനകത്ത് ആ ഒരു ജീവിയെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും അത് വരുന്നില്ല. അതേസമയം ഈ തലവന്റെ വീട്ടിലെ ജോലിക്കാരി വെളിയിലെ തുണിയെല്ലാം ഉണങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. അതെടുക്കാനായിട്ട് പതിയെ വെളിയിലേക്ക് ഇറങ്ങി വരികയാണ്. ആരോടും വെളിയിലേക്ക് ഇറങ്ങരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവളാണെങ്കിലോ പതിയെ വെളിയിലേക്ക് വന്ന് ആ ഒരു തുണിയിലെടുക്കുമ്പോൾ നല്ലതുപോലെ കാറ്റടിക്കുന്നു. കാരണം ഇവർക്കും അറിയാം ആ ഒരു ക്രിയേച്ചർ ചുറ്റി നടക്കുന്നുണ്ടെന്ന്. അങ്ങനെ പേടിച്ച് തുണി എടുക്കുന്ന സമയത്ത് ആഹാ കാണിക്കുമ്പോൾ ആ ഒരു ക്രിയേച്ചർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവളത് കണ്ട് പേടിച്ച് ഓടാനായിട്ട് ശ്രമിക്കുന്നതും അത് ചാടി വന്ന് ഇവളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ഇവളെ കടിച്ച് കൊല്ലത്തില്ല, അതിന് പകരം അവിടെ നിന്നങ്ങ് പോവാണ്. അങ്ങനെ ഈ ഒരു പെണ്ണായാലും പെട്ടെന്ന് വീടിനകത്തേക്ക് വന്നിട്ട് അവളുടെ മുറിവിലെല്ലാം മരുന്നൊക്കെ ഇട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കുറച്ച് കഴിയുമ്പോൾ തന്നെ ഈ ഒരു പെണ്ണും ആ ഒരു ക്രിയേച്ചറായിട്ട് മാറും. അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിലോ ആ ഒരു വെള്ളി പല്ല് അതിപ്പോ ഉരുക്കിയിട്ട് 4 വെള്ളി ബുള്ളറ്റ് ഇങ്ങനെ ഉണ്ടാകും. കാരണം ഈ ഒരു ബുള്ളറ്റ് വെച്ച് മാത്രമേ ആ ഒരു ക്രിയേച്ചറിനെ കൊല്ലാൻ കഴിയുള്ളൂ. കാരണം ഇത് വെച്ചാണല്ലോ അവർ ആ ഒരു ശാപം വിട്ടിട്ടുള്ളത്. അതേസമയം നമ്മുടെ തലവനുണ്ടല്ലോ അയാൾക്കാണെങ്കിൽ ഇപ്പോൾ ആ ഒരു ക്രിയേച്ചറിനെ കാണാൻ കഴിയാത്തത് കൊണ്ട് തന്നെ നല്ല ദേഷ്യത്തോടെ തന്നെ തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ തിരിച്ചു വരുമ്പോഴത്തേക്കും അവിടെയുള്ള ആ ഒരു ജോലിക്കാരി കടികൊണ്ട അവർ ഈ ഒരു കാര്യം വേറെ ആരോടും പറയാതെ സാധാരണ രീതിയിൽ തന്നെ ഇവർക്ക് ആഹാരം എല്ലാം കൊണ്ട് കൊടുക്കുന്നു. ഇവരോട് ആരോടും ആ ഒരു കാര്യം പറയുന്നില്ല. അതേസമയം വീടിന് വെളിയിൽ നമ്മുടെ ഹീറോ ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ആ ഒരു തുണിയെല്ലാം ഉണക്കായിട്ടിട്ടുണ്ടല്ലോ ആ ഒരു സ്ഥലത്ത് തുണിയെല്ലാം കേടായി കിടക്കുന്നു. അതേപോലെ തന്നെ രക്തം കണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ ഹീറോയ്ക്ക് മനസ്സിലായി വീടിനകത്ത് ആർക്കോ കടി കൊണ്ടിട്ടുണ്ടെന്ന്. അങ്ങനെ ഓടി അകത്തേക്ക് വന്നിട്ട് ഇവിടെ ആരെങ്കിലും കാണാതായെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു തലവൻ ആൾറെഡി ദേഷ്യത്തിലിരിക്കുകയാണല്ലോ. അയാൾ പറയും, എന്റെ ഭാര്യയുടെ മുന്നിൽ വെച്ച് നീ ഒന്നും പറയരുത്. മിണ്ടാതിരിക്കാൻ പറയുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, ഇല്ല അങ്ങനെയല്ല, ആർമി നാളെ നമ്മളെ സഹായിക്കാനായിട്ട് വരും, അതിനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവരോട് പറഞ്ഞ് ഹീറോ വീണ്ടും ഈ ഒരു ഗ്രാമത്തെ സംരക്ഷിക്കാൻ തന്നെ വെളിയിലേക്ക് പോവാണ്. അതേസമയം ഇവിടെ ഈ ഒരു വീട്ടിലെല്ലാവരും ഉറങ്ങാനായിട്ട് കിടക്കുമ്പോൾ എന്തോ ഒരു ശബ്ദം ആ ഒരു തലവന് മാത്രമേ കേൾക്കുന്നു. അതും വെന്റിലേഷൻ വഴി, അതും ആ ഒരു ജോലിക്കാരിയുടെ റൂമിൽ നിന്നാണ്. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഹീറോ വെളിയിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിരുന്നു, അതെടുക്കാൻ വേണ്ടി. അപ്പോൾ തന്റെ തോക്ക് വെളിയിൽ വെച്ചിട്ട് അവൻ അകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കും ഈ ഒരു തലവൻ ഒരു മെഴുകുതിരിയും കത്തിച്ച് നേരെ മുകളിലത്തെ റൂമിലേക്ക് ഇങ്ങനെ പോവും. അങ്ങനെ റൂമിനടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് എന്തോന്ന് അവന്റെ മുന്നിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. പേടിച്ചിട്ട് ആ ഒരു മെഴുകുതിരിയെല്ലാം താഴെ കിടുമ്പോൾ അത് അടുത്തുള്ള തുണിയിൽ തട്ടി അത് പെട്ടെന്ന് കത്തിപ്പിടിക്കാൻ തുടങ്ങും. ഈ ഒരു സമയത്ത് തന്നെ ആ ഒരു തലവന്റെ ഭാര്യ കിച്ചണിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നതെന്നും പറഞ്ഞ് അവിടേക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ ഹീറോ ആണ് നിൽക്കുന്നത്. അങ്ങനെ രണ്ടുപേരും നിൽക്കുമ്പോൾ മുകളിലത്തെ നിലയിൽ നിന്നും ഒരു ബുള്ളറ്റ് ശബ്ദം. രണ്ടുപേരും പെട്ടെന്ന് തന്നെ മുകളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെയാണെങ്കിൽ ആൾറെഡി തീയെല്ലാം പിടിച്ചിട്ട് നല്ല പുകയായിട്ട് കിടക്കാണ്. ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ ആ ഒരു ക്രിയേച്ചർ അതിനാണ് ബുള്ളറ്റ് കൊണ്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ആ ഒരു തലവൻ ഷൂട്ട് ചെയ്തത് ഇതിനെയാണ്. പക്ഷെ ആ ഒരു തലവനെ കാണാൻ കഴിയുന്നില്ല. അതുമല്ല അവിടെ സൈഡിലായിട്ട് എന്തോ ഒന്ന് ഓടുന്നത് പോലെ. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ ഹീറോ ആ ഒരു സ്ത്രീയോട് പറയും, ശരി നിങ്ങളുടെ മകളെയും കൂട്ടിയിട്ട് പെട്ടെന്ന് വെളിയിലേക്ക് പോയി ഈ ഒരു കാര്യം ഞാൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞ് അടുത്തുള്ളൊരു മുറിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ ആ ഒരു തലവൻ അയാൾക്ക് ആൾറെഡി തന്നെ കടികൊണ്ടിരിക്കുകയാണ്. കാരണം അയാൾ ഇനി മാറുമെന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് തന്നെ താഴെ പെട്രോളും മറ്റു കാര്യങ്ങളെല്ലാം ഒഴിച്ച് കത്തിക്കാനായിട്ട് നിൽക്കുമ്പോൾ ഹീറോ പറയുന്നുണ്ട്,
സാർ ഞാൻ പറയുന്നത് കേൾക്ക്, നിങ്ങളിപ്പോൾ അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നതിന് മുന്നേ തന്നെ അയാൾ തീയിടുന്നു. അയാളും അവിടെ വെച്ച് മരിച്ചു. അതേസമയം താഴെ ഈ ഒരു അമ്മയും മകളും ഇവര് രണ്ടുപേരും വെളിയിലേക്ക് വരുമ്പോൾ അവിടെ തീ പിടിച്ച് നിൽക്കുന്നുണ്ട്. വെളിയിലേക്ക് വരാൻ കഴിയുന്നില്ല. പക്ഷെ ഹീറോ അതിന് മുന്നേ തന്നെ താഴേക്ക് വന്നിട്ട് ഇവരെ രണ്ടുപേരും കൂട്ടി നേരെ വെളിയിലേക്ക് പോകും. അപ്പൊ ഇവരെയും കൂട്ടി പോകുന്നത് ആ ഒരു ചർച്ചിലേക്കാണ്. ഇവർ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ആ ഒരു ക്രിയേച്ചറുകൾ കരയുന്ന ശബ്ദം ഇവർക്ക് നല്ലതുപോലെ കേൾക്കാം. നമ്മുടെ ഹീറോയുടെ കയ്യിലാണെങ്കിൽ ആ ഒരു വെള്ളി ബുള്ളറ്റ് ഉള്ളതുകൊണ്ട് ഒരു വിധത്തിൽ ഇവര് നേരെ ചർച്ചിലേക്ക് വരും. അങ്ങനെ ചർച്ചിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു ചർച്ചിനകത്തേക്ക് ആ ഒരു ക്രിയേച്ചറിന് പെട്ടെന്ന് കയറാൻ കഴിയത്തില്ല. കാരണം സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്. അതുമല്ല ഇവരെല്ലാവരും ആ ഒരു തലവൻ എന്ത് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ അയാൾ മരിച്ചു എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കും അവരെല്ലാവരും ആകെ ടെൻഷനാവുന്നു. അതുമല്ലാതെ ഇവിടെ നിൽക്കുന്ന ഒരാള് ഓ അങ്ങനെയാണല്ലേ, എന്നാൽ ഞാൻ അതിനെ കൊന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ ഹീറോ അവനെ തടഞ്ഞിട്ട് ഏയ് ഒന്ന് അടങ്ങിയിരിക്കും, വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളെ അത് കൊല്ലും. പിന്നെ രാവിലെ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. കാരണം നമ്മളെ സഹായിക്കാനായിട്ട് ആർമി ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞിരുന്നു. എൻ്റെ കയ്യിൽ ആ ഒരു സിൽവർ ബുള്ളറ്റ് അതുള്ളത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്നെല്ലാം പറഞ്ഞ് എല്ലാവരും സമാധാനപ്പെടുത്തി. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങാണ്. അപ്പോഴേക്കും ആ ഒരു തലവന്റെ ഭാര്യ ഉണ്ടല്ലോ, അവര് ഈ ഒരു ചർച്ചിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കാണ് വെളിയിൽ എന്തോ ഒരു ശബ്ദം, ഒരു പയ്യന്റെ ശബ്ദമാണ്. ഇവരാണെങ്കിലും പെട്ടെന്ന് ഡോറിനടുത്തേക്ക് വന്ന് ചെവി വെച്ച് കേൾക്കുമ്പോൾ അത് സാമെന്ന് പറഞ്ഞ ഒരു ചെറിയ പയ്യനുണ്ടല്ലോ അവന്റെ ശബ്ദമാണ്. അപ്പൊ അവര് പറയും എന്റെ മകൻ വന്നു ഡോർ തുറക്കാൻ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കാണ്. പക്ഷെ അതിനു മുന്നേ തന്നെ അവർ ആ ഒരു ഡോർ വലിച്ച് തുറക്കുമ്പോഴത്തേക്കും വെളിയിലുള്ളത് അവരുടെ മകനൊന്നുമല്ല, ആ ഒരു ക്രിയേച്ചറാണ്. കാരണം ഈ കടി കൊണ്ടവരെല്ലാം ആ ഒരു ക്രിയേച്ചറായിട്ട് മാറുമല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു പയ്യന്റെ ശബ്ദത്തിൽ അതിങ്ങനെ സംസാരിക്കുമായിരുന്നു. എന്നിട്ട് ഈ ഒരു ഡോർ അടയ്ക്കാൻ വരുന്നതിന് മുന്നേ തന്നെ ആ ഒരു ക്രിയേച്ചർ ഈ ചർച്ചിനകത്തേക്ക് കയറിയിട്ട് എല്ലാവരും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഹീറോ ആയാലും തന്റെ തോക്കെടുത്ത് അതിനെ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഓരോ ബുള്ളറ്റും മിസ്സായി പോവാണ്. ആകെ 4 ബുള്ളറ്റ് മാത്രമേ ഉള്ളൂ. അതുമല്ല അവിടെയുള്ള ഓരോരുത്തരായിട്ട് ഈ ഒരു ക്രിയേച്ചർ അടിച്ചിങ്ങനെ കളയുമ്പോഴത്തേക്കും ഹീറോ അതിനെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്ന സമയത്താണ് ആ ഒരു ലേഡി വന്ന് ഹേയ് എന്റെ മകൻ എന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. ഇവർക്ക് എന്താണ് ഭ്രാന്താണോ? അങ്ങനെ പറഞ്ഞിട്ട് തന്റെ മകനാണെന്ന് പറഞ്ഞ ആ ഒരു ക്രിയേച്ചറിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അത് പെട്ടെന്ന് ആ ഒരു ലേഡിയുടെ കഴുത്തിൽ ഒരു ഒറ്റ കടി. എന്നിരുന്നാലും ഈ ഒരു മണ്ടിക്ക് മനസ്സിലാവുമെന്നാണോ അതിന്റെ കടിയും കൊണ്ടിങ്ങനെ നിൽക്കാണ്, മറ്റുള്ളവരുടെ ജീവനും കൂടി കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കാരണം ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ എന്തായാലും ഒന്നിനെ കൊന്നേ പറ്റൂ. അതുകൊണ്ട് ഹീറോ ആ ഒരു സ്ത്രീയുടെ മുതുകിലേക്ക് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അതുവഴി ആ ഒരു ബുള്ളറ്റ് നേരെ ഈ ഒരു ക്രിയേച്ചറിന്റെ ദേഹത്ത് കൊള്ളും. അങ്ങനെ ആ ഒരു വെള്ളി ബുള്ളറ്റ് കൊണ്ടതുകൊണ്ട് ആ ഒരു ക്രിയേച്ചറിന്റെ ശരീരം പതി എന്തൊക്കെയോ സംഭവിച്ച് ഇല്ലാണ്ടായിട്ട് ആ ഒരു പയ്യന്റെ ശരീരം മാത്രം വെളിയിലേക്ക് വന്ന് വീഴുന്നു. അവൻ ഇപ്പോഴും മരിച്ചിട്ടില്ല. കാരണം ആ ഒരു വെള്ളി ബുള്ളറ്റ് കൊണ്ടതുകൊണ്ട് ശാപമായിട്ടുള്ള ആ ഒരു ക്രിയേച്ചറിന്റെ രൂപം ഇല്ലാണ്ടായിട്ട് ആ ഒരു പയ്യൻ മാത്രം ഇപ്പോൾ തിരിച്ചു വരും. ഇത് കണ്ട ആ ഒരു ലേഡിയാണെങ്കിലും തന്റെ മകനെങ്കിലും തിരിച്ചു വന്നുള്ള ആശ്വാസത്തിൽ അവര് മരിക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഇപ്പൊ ഇവരെല്ലാവരും അവിടെ നിന്ന് പോകാൻ നിൽക്കാണ്. ഇനിയാണെങ്കിൽ ഇവിടേക്ക് ആർമി വരുന്നത് കൊണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. അങ്ങനെ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാല് ആ ഒരു ചെറിയ പയ്യന് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പയ്യനെയും അതേപോലെ തന്നെ സാറ എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടീനെയും ഹീറോ ദത്തെടുത്തിട്ട് അവരവിടെ നിന്ന് പോകുന്നതും ഇപ്പൊ ഈ ഒരു 35 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു പട്ടാളക്കാരന്റെ ശരീരത്തിൽ നിന്നും വെള്ളി ബുള്ളറ്റ് പുറത്തെടുത്തിരുന്നല്ലോ. ആ ഒരു പട്ടാളക്കാരൻ വേറെ ആരുമല്ല, സാം എന്ന് പറഞ്ഞ ആ ഒരു ചെറിയ പയ്യനായിരുന്നു. അവൻ വളർന്ന് വലുതായിട്ടാണ് ഈ ഒരു പട്ടാളക്കാരനായതും. അതുപോലെ ഈ ഒരു 35 വർഷമായിട്ട് അവന്റെ ശരീരത്തിനുള്ളിൽ തന്നെ ഈ ഒരു വെള്ളി ബുള്ളറ്റും ഉണ്ടായിരുന്നു. അതാണ് അവരിപ്പോൾ പുറത്തെടുത്തതും. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.